Oh, my lovely brother and sister, I am Swami Vishwanan. Today, I am as a messenger to convey the importance of human heart in our human lives and on the path of spirituality. Almighty Supreme Soul, Paramatma, Allah, God has selected to live on the earth is the beautiful place. It is a human heart. Not any places God, Allah Ta'ala, Paramatma has selected to live on the earth. Not any place, but it is a human heart. Allah Ta'ala, God, Paramatma has selected to live in the human heart. So it is very important in our human body, the very, very important parts of in our human body, it's a human heart. If we will care about our heart and we will understand the importance of our human heart is a factory to produce divine energy, Noor, Prakash, Adhyatmic power, spiritual powers. We can generate through our human heart. Then we can enlighten our heart, our soul, and our human body. Each and every factory, if we will drop raw material and factory will run, then the factory can produce the product, ready-made things which can be useful. Like this way, our human heart is a divine factory. And if we will enter God's, Allah's and Paramatma's lovely name in our human heart, and we will rub with the heart beating system that lovely name of Allah Ta'ala Paramatma God in our heart, and then that name will equal to a raw material, and our human factory, human heart is a divine factory is running constantly, and that through that raw material of God's lovely name, the ready-made product, the Noor, Prakash, divine energy, divine light will be produced through this divine factory of as a human heart. And that divine light and divine energy will pump through the heart, and our entire body will be enlightened. And in each and every human body, a examiner, a Asur and Ravan is put in our belly button at the Nabi. And if this divine light and divine energy will reach at the belly button, then and then only the nafs, Asur, Ravan will be purified. And then our every prayers of namaz, hajj, roja, zakat, such prayers will reach at the God's beautiful house. നമസ്കാരം. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ സ്വാമിജി വിവരിക്കുന്നത് ഹൃദയത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഹൃദയത്തിനടിയിലുള്ള ഒരു ദുരാത്മാവായ ഭൂത ആത്മാവെക്കുറിച്ചും. മൊത്തത്തില് ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഭൂതവും അതേപോലെ ഹൃദയവും തമ്മിലുള്ള പോരാട്ടമാണ്. ദൈവിക പ്രകാശം വന്ന് നിറയുന്നത് ഈ ഹൃദയത്തിലാണ്. അഥവാ പോസിറ്റീവ് എനർജി ഉത്പാദിപ്പിക്കുന്ന ഹൃദയമാണ്, നെഗറ്റീവ് എനർജി ഉത്പാദിപ്പിക്കുന്നത് ഈ ഭൂതവുമാണ്. ഈ നെഗറ്റീവും പോസിറ്റീവും തമ്മിലുള്ള യുദ്ധമാണ് ആത്മീയത. അഥവാ ഹൃദയവും അതേപോലെ തന്നെ ഈ
ഭൂതാത്മാവും തമ്മിലുള്ള യുദ്ധം. ഈ യുദ്ധം നടക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ്. ആ ശരീരം രണ്ടുപേർക്കും യുദ്ധം ചെയ്യാനുള്ള യുദ്ധക്കളമാണ്. അപ്പോൾ ശരിക്കും ഈ ശരീരത്തിലേക്ക് നമ്മൾ വന്ന് കയറിയതാണ്. നമ്മുടെ സ്വദേശം ഇതല്ല, നമ്മളിവിടെ വിദേശീയരാണ്. നമ്മൾ വന്നത് ആത്മലോകത്തു നിന്നാണ്. നമ്മളെ ഇവിടേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കൂടെ മറ്റ് 5 ആത്മാക്കളും കൂടി സഹായികളായിട്ട് വരുന്നുണ്ട്. നെഞ്ചില് 5 എണ്ണവും തലയിൽ 1 എണ്ണവും. ഇതേപോലെ ഈ ഭൂത ആത്മാവിന് സഹായികളായിട്ട് ഒരുപാട് ആളുകൾ വേറെ ഉണ്ട്. ഇപ്പൊ നെഞ്ചില് ഇരിക്കുന്ന ഈ 5 ആളുകളെയൊക്കെയാണ് നമ്മൾ വേദത്തില് ആണ്ടവർ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നാഭിയിൽ ഇരിക്കുന്ന ദുരാത്മാവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ രാവണൻ എന്നോ അസുരാത്മാവ് എന്നൊക്കെ പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പല ഉപമകൾ പല മഹാന്മാരായ ഋഷിമാർ ഉപയോഗിച്ചതാണ് നമ്മൾ വേദങ്ങളിൽ കാണുന്നത്. അതെല്ലാം ഉണ്ടായ സംഭവങ്ങൾ തന്നെയാണ്. അതേസമയം അത് ഈ ഒരു കാര്യം മനുഷ്യൻ സ്വന്തം ബുദ്ധി കൊണ്ട് കണ്ടെത്താനും കൂടി വേണ്ടി വേദത്തിൽ ഉൾക്കൊള്ളിച്ചതാണ്. അപ്പൊ മൊത്തത്തിൽ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൃദയവും ഭൂതാത്മാവും തമ്മിലുള്ള യുദ്ധമാണ്. ഹൃദയത്തിനെ സഹായിക്കാനായിട്ട് മറ്റ് 5 ആത്മാക്കളുണ്ട്. ഹൃദയത്തെ സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകൾ വേറെയുണ്ട്. മാത്രമല്ല ഈ യുദ്ധം നടക്കുന്നത് ഭൂതത്തിന്റെ നാട്ടിൽ വെച്ചിട്ടാണ്. ഭൂതത്തിന്റെ നാടാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം. ഈ ദൃശ്യപ്രപഞ്ചത്തിൽ വെച്ച് പടക്കപ്പെട്ട ഒന്നാണ് നമ്മുടെ ശരീരം. ഈ ശരീരത്തിനെ പടക്കാനായി ഉപയോഗിച്ച മറ്റ് 3 ആത്മാക്കളും കൂടിയുണ്ട് ശരീരത്തിൽ. ഈ ശരീരത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ലഭ്യമാവുന്നത് ഈ ലോകത്ത് വെച്ചാണ്. ഈ ലോകം തയ്യാറാക്കപ്പെട്ടത് ഭൂതാത്മാക്കൾക്ക് വേണ്ടിയാണ്. ഭൂതാത്മാക്കളെ നേച്ചർ തന്നെ എന്താണ്? നെഗറ്റിവിറ്റിയാണ്. മൊത്തത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പറയാം, ഭൂതങ്ങളെ ഈ നേച്ചർ 2ആയിട്ട് വിഭജിക്കാം. 1 ആഗ്രഹങ്ങള്, 2 ഭയങ്ങള്. ഹൃദയം തുറക്കപ്പെടാത്ത, ദൈവിക ഊർജം എത്തപ്പെടാത്ത ഏതൊരു മനുഷ്യനിലും ഉള്ള എല്ലാ ആഗ്രഹങ്ങളും എന്താണ്? ഈ ഭൂതത്തിന്റെ ആഗ്രഹങ്ങളാണ്. അതേപോലെ അവന്റെ ഉള്ളിൽ ഏതെല്ലാം ഭയങ്ങളുണ്ട് അതെല്ലാം ആരെ ഭയമാണ്? ഈ ഭൂതത്തിന്റെ ഭയമാണ്. അത് ഈ മനുഷ്യനോട് പ്രകടമാകും. കാരണം അവന്റെ തലച്ചോറിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭൂതമാണ് നിലവിൽ. ഈ ഭൂതത്തിൽ നിന്ന് തലച്ചോറിനെ നമ്മൾ എന്ത് ചെയ്യണം? സുരക്ഷിതമാക്കി മോചിപ്പിച്ചു കൊണ്ടുവരണം. അതിന് നമുക്ക് ഹൃദയത്തിന്റെ സഹായം കൂടാതെ സാധ്യമേ അല്ല. കാരണം ഹൃദയം ശക്തിപ്പെടുന്നത് എങ്ങനെയാണ്? ദൈവിക ഊർജ്ജമായി. അത് ദൈവനാമം ആ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാതെ സാധ്യമല്ല. അപ്പൊ ഹൃദയത്തിലേക്ക് ദൈവനാമം ഒരു മഹാനായ ഗുരുവിലൂടെ എല്ലാതെയും സാധ്യമല്ല. അതിനുവേണ്ടിയാണ് യഥാർത്ഥ ഗുരുക്കന്മാരെ ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നത്. അവര് ദൈവത്തിന്റെ അവതാരങ്ങളായിക്കൊണ്ട് ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം അവര് നേരത്തെ അവരെ ഹൃദയം സുരക്ഷിതമാക്കിക്കൊണ്ട് ദൈവനാമം അവരെ രക്തത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് മുഴുവൻ പ്രകാശപൂരിതമാക്കിയവരാണ്. അങ്ങനെ അവരുടേതായ ഭൂതാത്മാവിനെയും അതിന്റെ അനുയായികളെയും വിശേഷം തകർത്തവരും ശുദ്ധിയാക്കപ്പെട്ടവരുമാണ്. അതിനുശേഷം ദൈവത്തിന്റെ സമ്മതത്തോടുകൂടി മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നിയോഗിതരായവരാണ്. അവരെ തിരിച്ചറിയുന്ന വഴി എന്താണ്? ആളെ ഹൃദയത്തിലേക്ക് അവരുടെ കരങ്ങളാൽ ദൈവനാമം പ്രവേശിക്കും എന്നുള്ള വിഷയം കൊണ്ടാണ് ഒരു യഥാർത്ഥ ഗുരു തിരിച്ചറിയേണ്ടത്. മറ്റുള്ള ഒരു കാര്യവും കൊണ്ടും നമുക്ക് ഈ കാര്യം തിരിച്ചറിയാൻ സാധിക്കില്ല. ആദ്യത്തെ ലക്ഷണം എന്താണ്? ദൈവനാമം ഒരാളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ മിടിപ്പിൽ ആ ദൈവനാമം നടക്കപ്പെടും, പ്രകീർത്തിക്കപ്പെടും. അത് അവനവന് സ്വയം ബോധ്യമാവും, അവനവന് സ്വയം കേൾക്കാനാവും, അല്ലെങ്കിൽ അറിയാനാവും, അല്ലെങ്കിൽ കാണാനാവും. ഈ ഒരു ലക്ഷണം കൊണ്ട് മാത്രമാണ് യഥാർത്ഥ ഗുരുവിനെ തിരിച്ചറിയേണ്ടത്. മറ്റുള്ള ഏതെല്ലാം ലക്ഷണങ്ങളുണ്ടോ അതെല്ലാം കള്ളം എന്നല്ല, എന്നാൽ അതുകൊണ്ട് തിരിച്ചറിയാൻ സാധിക്കില്ല. കാരണം മാനദണ്ഡമല്ല. മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യത്തിന് മാത്രം നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാൻ പാടുള്ളൂ. സത്യമല്ലാത്ത ഒന്നിനു കൂടി ഫിറ്റാവുന്ന ഏതെല്ലാം ലക്ഷണങ്ങളുണ്ടോ അതുകൊണ്ടൊന്നും കാര്യം പിടുത്തം കിട്ടില്ല. സത്യമാകുന്ന ഒന്നിന് മാത്രം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ഏക വിഷയം എന്താണ്? ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു ദൈവനാമാണ്. ഇങ്ങനെ ഒരു പ്രക്രിയ ആത്മീയതയിൽ നടക്കാനുണ്ട്. മുൻഗാമികളായ ഗുരുക്കന്മാർ ഈ പ്രക്രിയയെ ഗുരുവിന്റെ ഭാഗത്തു നിന്നും ശിഷ്യന് കിട്ടുന്ന ഈ ഒരു ദൈവനാമത്തിന്റെ സമ്മാനത്തെ അവര് നാമദാനം എന്ന് വിളിക്കാറുണ്ട്. എന്നാൽ ഈ വാക്ക് ആർക്കും പരിചിതമല്ല. ഹിന്ദിയിലുള്ള ആളുകൾ ഇതിനെ നാംദാൻ എന്ന് പറയാറുണ്ട്. നാംദാൻ കൊണ്ടാണ് ഒരു ഗുരു ഗുരുവായി തീരുന്നത്, മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടല്ല. അവര് ഗുരുവായിരിക്കാം. ആത്മീയതയിലുള്ള ഗുരുവിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഇതാണ്. അപ്പൊ ഈ ഒരു വിഷയം അറിയാത്തവര് ആത്മീയത അല്ലാത്തതിനെ ആത്മീയത ആക്കി മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ ലോകം ഭൂതവർഗത്തിന്റെ ലോകമാണ്. ഭൂതവർഗത്തിന്റെ ലോകങ്ങളിലും ഒരുപാട് മായകളുണ്ട്. നമുക്ക് നിലവിൽ അനുഭവമില്ലാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്, കാഴ്ചകളുണ്ട്, കേൾവികളുണ്ട്. അതെല്ലാം ദൈവികമാണ് എന്ന് അവർ കരുതിപ്പോകും. അതുകൊണ്ടാണ് ഈ ഒരു അടയാളം ശരിയായ വണ്ണം മനസ്സിലാക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്, നിന്റെ ഹൃദയമിടിപ്പ് എന്നെ കൊണ്ട് തുടങ്ങുന്നു, എന്നിലൂടെ അവസാനിക്കുന്നു. ഹൃദയമിടിപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്, ഒരു പ്രാധാന്യം ആത്മീയതയിൽ. പക്ഷെ അത് വിസ്മരിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. ഹിന്ദുക്കളിലാവട്ടെ, മുസ്ലിങ്ങളിലാവട്ടെ, ക്രിസ്ത്യാനികളിലാവട്ടെ, ആർക്കാവട്ടെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നേ ഇല്ല. കാരണം ഇത് എന്തായി? മരണപ്പെട്ടു പോയി. ഇത് മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്ത് മരണപ്പെട്ടു പോയി? ഹൃദയം മരണപ്പെട്ടു പോയി. ഹൃദയം മരണപ്പെട്ടു കഴിഞ്ഞാൽ ആത്മീയത മരണപ്പെട്ടു പോയി. ആത്മീയത മരണപ്പെട്ട കാലഘട്ടമാണ് എന്ത്? കലിയുഗം. ആ കലിയുഗത്തില് ഈ ആത്മീയതയെ വീണ്ടും
ജീവിപ്പിക്കാനും വീണ്ടും സജീവമാക്കാൻ വേണ്ടി അവതരിക്കുന്ന ദൈവത്തിന്റെ അവതാരമാണ് കൽക്കി അവതാരം. കാരണം നൂറ്റാണ്ടുകളായി ഈ വിഷയം ആർക്കും അറിയില്ല. ഏകദേശം 400 വർഷത്തോളമായി ഈ ഭൂമിലോകത്ത് ഇസ്ലാമോ ഹിന്ദുക്കളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ആരും നമുക്ക് ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ അവരും കൊണ്ടുപോകുന്നുണ്ട് ആത്മീയത. ആ ആത്മീയതയിൽ അവർ ആത്മാവായി മനസ്സിലാക്കിയത് ആരെയാണ്? നേരത്തെ നാം പറഞ്ഞ ഭൂതവർഗത്തിനാണ്. ആ ഭൂതാത്മാവിനെ ശുദ്ധിയാക്കുന്നതിന് പറയുന്ന പേരാണ് ആത്മീയത എന്ന് അവർ മനസ്സിലാക്കി വെച്ചത്. എന്നാൽ അതും ആത്മീയത തന്നെയാണ്. ആത്മീയതയിലേക്കുള്ള ഒരു തുടക്കമാണത്. എന്നാൽ അതെല്ലാം അല്ല, അതിലേക്കുള്ള ആദ്യത്തെ ഒരു കവാടമാണത്. ആ കവാടത്തിന്റെ ലക്ഷ്യം എന്താണ്? അതിന്റെ അന്ത്യം എന്താണ്? ഈ വിഷയത്തിലേക്ക് എത്തലാണ്. പക്ഷെ ഈ വിഷയത്തിലേക്ക് എത്തിക്കാൻ കൊണ്ട് സാധിക്കുന്നില്ല. അതിനു മുമ്പ് അസ്തമിച്ചു പോകുന്ന ഒരു ആത്മീയതയാണ് ആ ആത്മീയത. എന്നാൽ ഇതൊന്നുമല്ല ആത്മീയത. അതെല്ലാം ഈ ലോകത്തിൽ തന്നെ ഉള്ള മായാപ്രപഞ്ചങ്ങളാണ്, മായാജാലങ്ങളാണ്. യഥാർത്ഥ ആത്മീയതയിൽ ദൈവത്തെ കിട്ടണം, ദൈവത്തിലെത്തണം, ദൈവത്തിലൂടെ മുന്നേറണം എന്ന് കൃത്യമായി പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന മഹാനാണ് കൽക്കി ഭഗവാൻ. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയ പോലെ ആത്മീയതയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കവാടമായ ഹൃദയത്തിന്റെ അറിവ് നശിപ്പിക്കപ്പെട്ട പോലെ തന്നെ കൽക്കിയുടെ വിഷയത്തിലും അദ്ദേഹത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകളും എന്ത് വന്നിട്ടുണ്ടാവും? മായം വന്നിട്ടുണ്ടാവും. കാരണം അത് കൈകാര്യം ചെയ്യുന്ന ആചാര്യന്മാര് ഹൃദയം തുറക്കപ്പെട്ടവരായിരുന്നില്ല എന്നതാണ് കാരണം. ഹൃദയം തുറക്കപ്പെട്ടവർക്കുള്ളതാണ് വേദങ്ങൾ, അവർക്ക് വേദങ്ങൾ മനസ്സിലാവുള്ളൂ. എന്നാൽ ഹൃദയം തുറക്കപ്പെടാത്തവര് വേദങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കും. അത് ഇസ്ലാമിലാവട്ടെ അബദ്ധങ്ങൾ സംഭവിക്കും, ഹിന്ദുക്കളിലാവട്ടെ അബദ്ധങ്ങൾ സംഭവിക്കും. അപ്പൊ ഇന്ന് നിലവിലുള്ള ലോകത്ത് ഉള്ള ഹിന്ദു, മുസ്ലിം, ക്രിസ്തീയ, സിഖ്, ജൈന പണ്ഡിതന്മാരിൽ ബഹുഭൂരിഭാഗം എന്താണ്? ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തവരാണ്. എന്നാൽ അവരിലുള്ള ഒരു ചെറിയ ന്യൂനപക്ഷം നല്ല ഉദ്ദേശങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്നവരുണ്ട്. അവർ ആത്മീയതയിൽ പരിപൂർണരല്ലെങ്കിലും അവരെന്തല്ല അപകടകാരികളല്ല. അവരെ കൊണ്ട് ആർക്കും ദോഷമില്ല. അവർ വെളിച്ചം കാണുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നവരാണ്. അവരെ കുറിച്ച് നമുക്ക് വിമർശിക്കേണ്ടത് ആവശ്യമേ ഇല്ല. സത്യം ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അസത്യത്തെ നമുക്ക് തുറന്ന് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ പേരിലാണ് ഇങ്ങനെ പറയുന്നത്. നമുക്ക് വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ ഈ ഒരു വിഷയം ഹൃദയത്തിന്റെ മിടിപ്പിലേക്ക് ഈ ദൈവനാമം കയറ്റിക്കൊണ്ട് രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയയെ കുറിച്ച് ഒന്ന് പറയേണ്ടതുണ്ട്. അടുത്ത ക്ലാസ്സിലാവാം.